പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ ശാരി സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്. മനോഹർ തന്റെ മകളെ ചതിക്കുകയാണ് എന്നുള്ള സത്യം ശാരിയുടെ മുന്നിലേക്ക് തുറന്നു വരുന്നു. മനോഹർ മറ്റൊരു പെൺകുട്ടിയുമായി അടുത്ത് ഇടപഴകുന്നതും അവർ തമ്മിൽ സംസാരിക്കുന്നതുമെല്ലാം ശാരി മനസ്സിലാക്കുകയാണ്. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന ശാരി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു ചതി നേരിടേണ്ടതായി വരും എന്ന് ശാരി പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രവുമല്ല, എല്ലാ പ്രതീക്ഷകളുമാണ് ശാരിയുടെ അവിടെ വീണുടയുന്നത്. ഇനി ഈ ചതിയനെ എങ്ങനെ നേരിടും എന്നുള്ള ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവരങ്ങൾ സരയുമോളെ അറിയിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ശാരി. പക്ഷേ കണ്ണുമടച്ച് മനോഹരനെ വിശ്വസിക്കുന്ന അവൾ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നുള്ള ചോദ്യം ബാക്കി ആവുകയാണ്. എല്ലാവരും ഇതുവരെ പറഞ്ഞത് സത്യമായി മാറുകയാണ് എന്നുള്ള കാര്യം ഒടുവിൽ വേദനയോടെ തിരിച്ചറിയുകയാണ് ശാരി. മാത്രവുമല്ല, ഇനി മനോഹറിന്റെ കൈകൾ എങ്ങനെയായിരിക്കും തിരിച്ചടിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യവും ബാക്കിയാകുന്നു. ഇതേ തുടർന്ന് മനോഹർ തിരികെ എത്തിയതിനെ തുടർന്ന് കൂടുതൽ ചോദ്യങ്ങളുമായി മുന്നിലേക്ക് എത്തുകയാണ് ശാരി. യുഎസിലുള്ള ഓഫീസിലെ കാര്യങ്ങൾ ചോദിക്കുകയും കമ്പനിയിൽ ഇനി എന്ത് ബിസിനസ്സാണ് നടക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് മനോഹർ. മാത്രവുമല്ല, ശാരിക്ക് തന്നിൽ സംശയം തോന്നി തുടങ്ങിയോ എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അതുകൊണ്ട് ഇവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം മനോഹർ ഉറപ്പിച്ചിരിക്കുകയാണ്. ഓരോ നിമിഷവും വൈകുന്തോറും താൻ കൂടുതൽ കുടുക്കിലേക്ക് വീഴുകയാണ് എന്ന് മനസ്സിലാക്കുന്ന മനോഹർ കൂടുതൽ സത്യങ്ങൾ പുറത്താകുന്നതിൻ്റെ മുന്നേ തന്നെ ഇവിടെ നിന്ന് പോകാം എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് മനോഹർ തൻ്റെ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇതിനിടയിൽ ശാരി മനോഹറിന്റെ മുന്നിലേക്ക് കയറി വരികയും മനോഹറിന്റെ ചതികളെല്ലാം തനിക്ക് മനസ്സിലായി എന്ന് പറയുകയും ചെയ്യുന്നു. മനോഹർ എൻ്റെ മകളെ ചതിക്കുകയായിരുന്നു. മാത്രവുമല്ല, ഇത്രയും വർഷങ്ങൾ നീണ്ട ചതി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തില്ല. പക്ഷേ ഇനിയൊരു പെണ്ണിനെ ചതിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ശാരി മനോഹർ എല്ലാ സത്യവും തൻ്റെ മകളെ അറിയിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ താൻ ചെയ്തതെല്ലാം തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന മനോഹർ ഇനി എനിക്ക് ആരെയും പേടിക്കാനില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ മകളെ ഉപേക്ഷിച്ചു പോകാനും ഞാൻ തയ്യാറാണ് എന്ന് അറിയിച്ചതിനെ തുടർന്ന് അങ്ങനെ രക്ഷപ്പെടാൻ നിന്നെ അനുവദിക്കുകയില്ല എന്ന് ശാരി അറിയിക്കുകയും നീ ചെയ്തതിനെല്ലാം നിനക്ക് തിരിച്ചടി കിട്ടും എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ശാരിയുടെ വിരട്ടലൊന്നും തൻ്റെ അടുത്ത് വേണ്ട എന്നുള്ള ഭീഷണി മനോഹർ മുഴക്കിയത് ശാരിക്ക് തിരിച്ചടിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.